പ്രൈസ് ദ ലോർഡ്. അത്യുന്നതനും മഹത്വമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒவ்வொரு സഹോദരനും സഹോദരിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സർവശക്തനും മഹാ ഉന്നതനുമായ യഹോവ കൽപ്പിച്ചരുളിയ ഒவ்வொரு തിരുവെഴുത്തും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയാം. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ തമിഴിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇത് ആദ്യമായിട്ട് കൊടുക്കുവാണ്. കാരണം ഞാൻ പഠിച്ചതൊക്കെ മലയാളം തന്നെ, പക്ഷേ 37 ഇയേഴ്സ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്ക് മലയാളത്തിൻ്റെ ആ ടച്ച് കുറച്ച് വിട്ടുപോയി. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം 25 വർഷത്തിന് മുൻപാകെ 2000 ദൈവം ഞങ്ങളെ സന്ദർശിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വമേറിയ അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്, ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം എടുത്ത് ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി, ആ മിനിസ്ട്രിക്കായി, ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിക്കായി ഞങ്ങളുടെ കുടുംബമായി ദൈവം ഇന്ന് നടത്തിക്കൊണ്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ദൈവം നിങ്ങളോട് യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടൊരു മലയാളത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൊടുത്ത ആ പ്രേരണയ്ക്ക്, ആ അഭിഷേകത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ദൈവം കൽപ്പിച്ച ആ തിരുവെഴുത്ത് എന്തെന്ന് വെച്ചാൽ, റോമാക്ക് എഴുതിയ പുസ്തകത്തിൽ 4-ാമത്തെ അധികാരത്തിൽ 19-20 തിരുവെഴുത്താണ് ഇന്ന് ദൈവം എനിക്ക് കൽപ്പിച്ചു കൊടുത്തത്. അതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആ അധികാരം മുഴുവൻ, ആ അധ്യായം മുഴുവൻ നോക്കുമ്പോഴത്തേക്ക് ആബ്രഹാമിൻ്റെ വിശ്വാസത്തെപ്പറ്റി ദൈവം നമ്മോട് പറയുന്നത് കാണാം. അതിൽ 4-ാമത്തെ അധികാരം 22-ാമത്തെ തിരുവെഴുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ആബ്രഹാമിന് നീതിയായി കണക്കിട്ടു. കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, ആബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിനെ, യഹോവയ്ക്ക് എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ നീതിയായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എന്ന് അത് ആ വചനത്തിൽ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ വിശ്വാസം കർത്താവ് യഹോവ നീതിയായിട്ട് കണ്ടതെന്ന് വെച്ചാൽ, അതാണ് ഈ 19-ാമത്തെയും 20-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് കൽപ്പിച്ചു തരുന്നത്. അതിൽ നോക്കിയാൽ 19-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്തുകൊണ്ടാണ് ആബ്രഹാമിൻ്റെ വിശ്വാസം യഹോവയ്ക്ക് നീതിയായിട്ട് കണ്ടതെന്ന് വെച്ചാൽ, ഈ വചനത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യ ക്ഷീണം എപ്പോഴാണ് വരുന്നത് അല്ലേ? ഒരു മനുഷ്യന് അവൻ്റെ ക്ഷീണം വരുന്ന അവന് ബലം കുറയും, അവൻ്റെ ശക്തി പോകും, അവൻ്റെ സന്തോഷം പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മനുഷ്യന് ക്ഷീണം വരും. ഇവിടെ ആബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദൈവം എന്താ പറയുന്നത്, യഹോവ എന്താ പറയുന്നത്? അവൻ്റെ വിശ്വാസം ക്ഷീണിച്ചില്ല എന്ന് ദൈവം പറയുന്നു. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നിങ്ങളുടെയും എന്നുടെയും വിശ്വാസം എങ്ങനെയാണ്? ക്ഷീണിച്ചതാണോ ഇല്ല ബലനുള്ളതാണോ? ഇന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും, നമ്മുടെ ജീവിതത്തിലുള്ള പല സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസം എപ്പോഴൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അപ്പോഴപ്പോഴും നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ് പോകുന്നത്? ക്ഷീണിച്ചു പോകുന്നു അല്ലേ? ഇവിടെ അബ്രഹാമിൻ്റെ സന്തതിയായ നിങ്ങളും ഞാനും, അതാണല്ലോ വചനം പറയുന്നത്. ആബ്രഹാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ആരുടെ വിശ്വാസത്തിൻ്റെ പിതാവാകിയ ആബ്രഹാമിൻ്റെ സന്തതിയായ നമ്മളൊക്കെ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മുടെ പിതാവായ ആബ്രഹാമിൻ്റെ വിശ്വാസത്തിനെ പോലെ നിങ്ങളും ഞാനും ഇരിക്കണം. അത് എന്താ? ആബ്രഹാമിൻ്റെ വിശ്വാസം ക്ഷീണിച്ചു പോകാതിരിക്കാൻ അബ്രഹാം ചെയ്ത കാര്യം, അവൻ്റെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്നാണ് ഈ വചനം നമുക്ക് പറയുന്നത്. ആ 19-ാമത്തെ വചനത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കുമ്പോഴത്തേക്ക്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും
അബ്രഹാമിന് നന്നായിട്ട് അറിയാം തൻ്റെ ശരീരത്തിന് ബലമില്ല, തനിക്ക് 100 വയസ്സായി, തൻ്റെ ശരീരത്തിന് ഒരു ബലവും ഇല്ല എന്ന് അബ്രഹാമിന് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, തൻ്റെ ഭാര്യ, തൻ്റെ സാറായുടെ ഗർഭപാത്രവും അതും നിർജീവത്വമായി. അങ്ങനെ വെച്ചാൽ ആ ഗർഭപാത്രത്തിൽ ഇനി ഒരു കുട്ടിയെ താങ്ങാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഒന്നുമില്ല. എന്നുവെച്ചാൽ ഒന്നുമില്ല. അവളുടെ സാറയുടെ ഗർഭം അത് മരിച്ചതുപോലെ അതിന് ജീവനില്ല എന്നും ആർക്കറിയാം? അബ്രഹാമിനറിയാം, അല്ലേ? അബ്രഹാമിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അങ്ങനെ ഇരുന്നിട്ടും, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഇരുന്നും അബ്രഹാമിൻ്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? ക്ഷീണമില്ലാതായിരുന്നു, ക്ഷീണിച്ചിരുന്നില്ല എന്നാണ് ദൈവം പറയുന്നത്. ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ കണ്ട് നമ്മൾ ഒരുപാട് നേരത്തിൽ നമ്മുടെ ക്ഷീണം, നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണം, നമ്മുടെ പ്രാർത്ഥനയിൽ ക്ഷീണം, നമ്മുടെ സന്തോഷത്തിൽ ക്ഷീണം, നമ്മുടെ ജീവിതത്തിൽ ചില നല്ല കാര്യം എന്തെടുത്താലും അതിലൊരു ക്ഷീണത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസം, നമ്മുടെ സിറ്റുവേഷനെ കണ്ട്, നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷീണിച്ചു പോകുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഒவ்வொரு സഹോദരിയും നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഈ കാണുന്ന സിറ്റുവേഷൻ അല്ല ദൈവം വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ. അത് എല്ലാറ്റിനേക്കാളും ഉന്നതമായ, അത്യുന്നതമായ ആ സിറ്റുവേഷൻ നിങ്ങളെയും എന്നെയും ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റും, യഹോവയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം ക്ഷീണമായി ഇല്ലാതിരിക്കാൻ ആദ്യത്തെ കാരണം എന്തെന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ ഇരിക്കുന്ന ഈ കുറവുകൾ, ഈ സിറ്റുവേഷന് അവൻ കണക്കിട്ടതേ ഇല്ല എന്നാണ് വചനം പറയുന്നത്. വെച്ചാൽ അതൊരു കാര്യമായിട്ട് എടുത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തൻ്റെ ശരീരം ക്ഷീണിച്ചതെന്നറിയാം, തൻ്റെ സാറായുടെ ശരീരവും ക്ഷീണിച്ചതെന്നറിയാം. പക്ഷേ സർവശക്തനായ, തനിക്ക് ശക്തിയില്ല, പക്ഷെ സർവശക്തനായ യഹോവ, അവർ സർവശക്തനുള്ള ദൈവത്തിന്, യഹോവയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും, ദൈവത്തിന് എല്ലാം സാധിപ്പിച്ച് തരാൻ കഴിയുമെന്ന ആ വിശ്വാസം അബ്രഹാമിനിരുന്നു. അതേ വിശ്വാസം ഇന്ന് നിങ്ങൾക്കും എനിക്കും ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ക്ഷീണിതനാകാതിരിക്കാൻ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കണം? നമ്മുടെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമ്മൾ ഒരു ദിവസം അത് ആലോചിച്ച് നമുക്ക് ടെൻഷനാകാതെ, അത് ആലോചിച്ച് നമുക്ക് വരാനിരിക്കുന്ന ആ നല്ല കാര്യങ്ങൾ, ആ നന്മകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണാൻ പറ്റാതെ പോകുന്നു. അടുത്ത തിരുവെഴുത്ത് എന്താ പറയുന്നത്? 20 റോമാർക്ക് എഴുതിയ 4-ാമത്തെ അധികാരത്തിൽ 20-ാമത്തെ തിരുവെഴുത്ത് എന്താ പറയുന്നത് വെച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം അടുത്തത് ചെയ്തത് എന്താന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വാസം ഇല്ലാതെ അവൻ എന്താ വെച്ചാൽ സംശയിക്കാതെ വിശ്വസിച്ചു. ഒരു വിശ്വാസം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ? നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ എവിടെയോ ഏതോ ഒരിടത്ത് ഇച്ചിരി സംശയം നമുക്ക് കാണും, അല്ലേ? എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഒരിടത്തിൽ ആ ഒരു കാര്യത്തിൽ കുറച്ച് കുറവുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് എന്ത് വരും? ഒരു അവിശ്വാസം വരും, ഒരു സംശയം വരും. പക്ഷെ അബ്രഹാമിന് അതൊന്നുമേ ഇല്ല, ഒരു സംശയമില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തം, നിനക്ക് ഞാൻ നിറയെ സന്തതികൾ ഞാൻ തരും, നിന്റെ സന്തതി ഞാൻ ഒരുപാടായിട്ട് ഞാൻ അത് നിനക്ക് അധികപ്പെടുത്തി തരും, നിന്നെ അങ്ങനെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഒരുപാട് മണൽത്തരിയെ പോലെ, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകുന്ന യഹോവ അബ്രഹാമിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിലും അബ്രഹാം അതെന്ത് ചെയ്തു? വിശ്വസിച്ചു, സംശയം കൂടാതെ വിശ്വസിച്ചു, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന പ്രതിസന്ധികളും, ഈ കാണുന്ന പ്രശ്നങ്ങളും, ഈ കാണുന്ന കുറവുകളൊക്കെ നമ്മളെ കണ്ടിട്ട് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ട്, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ കാണുന്ന പ്രശ്നങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്നും ഒരു ചെറിയ ഇടത്തിലൊരു സംശയം വരുന്നില്ലേ? എന്ന് യഹോവ നിങ്ങളോട് പറയുക, അങ്ങനത്തെ ഒരു സംശയവുമില്ല. അബ്രഹാമിൻ്റെ സന്തതിയായ നിങ്ങൾക്ക് ആ സംശയം വരാൻ പാടില്ല എന്നാണ് ദൈവം പറയുന്നത്. സംശയിക്കാതെ വിശ്വസിച്ചതുപോലെ നിങ്ങളും ഞാനും നമുക്ക് കൊടുത്ത ആ വാഗ്ദത്തം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്, അല്ലേ? യഹോവ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ പഠിച്ച കാലത്തിലൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും കുട്ടികളത് പഠിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു പാട്ടിൽ കുറച്ച് കാര്യങ്ങൾ
കാര്യങ്ങൾ കൊടുത്തിരിക്കും. അതിന് മാച്ചാകുന്ന കാര്യങ്ങൾ എതിർത്ത് വശത്ത് എങ്ങനെ കൊടുത്തിരിക്കും, മുകളിലും താഴെയായിട്ട് ഒരു ഓർഡർ ഇല്ലാതെ കൊടുത്തിരിക്കും അല്ലേ. അതൊക്കെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇന്ന് അതിന് ഏതാണ് മാച്ചാകുന്നതോ അതിലൊരു ലൈനിട്ട് നമ്മൾ മാച്ച് ചെയ്യും അല്ലേ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ബൈബിളിൽ ഒരുപാട് തിരുവെഴുത്ത് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ജീവിതത്തിലുള്ള ആ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും നോക്കുമ്പോഴത്തേക്ക് ഇതിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഈ പ്രതിസന്ധിക്ക് ഏതാണ് ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ച് ആ വചനത്തിൽ നമ്മൾ ഇതോട് മാച്ച് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദൈവം അതിന് നമുക്കൊരു അനുഗ്രഹം നമുക്ക് തരും. അത് സാധിച്ചു തരും, തീർച്ചയായിട്ടും സാധിച്ചു തരും. അപ്പോൾ ആ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിങ്ങളുടെയും എൻ്റെയും ആ ഹൃദയപ്പലകയിൽ എഴുതി വെച്ചിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസം ആദ്യത്തെ നമ്മൾ നോക്കി, അവൻ വിശ്വാസത്തിൽ അവൻ കുറവുകളെ അവൻ്റെ കാര്യത്തെ അവൻ വലുതായി കണ്ടില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ അവൻ്റെ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ അവൻ സംശയിക്കാതെ അത് വിശ്വസിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം അതിൽ ആ 20-ാമത്തെ വചനത്തിൽ തന്നെ കാണാം, ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദൈവ വാഗ്ദത്തം പറഞ്ഞ എല്ലാ കാര്യവും, എല്ലാ ബ്ലെസ്സിങ്സും എനിക്ക് ദൈവം തരും എന്ന് പറഞ്ഞ് ആബ്രഹാം എന്ത് ചെയ്തു, നന്ദി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആബ്രഹാം നന്ദി പറഞ്ഞു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി വരാനുള്ള ആ ബ്ലെസ്സിങ്സ്, വരാനുള്ള ആ കാര്യങ്ങളെല്ലാം യഹോവ നമുക്ക് തരുമെന്ന് പറഞ്ഞ ആ ബ്ലെസ്സിങ്സ് എല്ലാം ദൈവം എനിക്ക് തരും. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി, ഇല്ല എനിക്ക് തന്നതിനായി നന്ദി, എനിക്ക് തരാൻ പോകുന്നതിനായി നന്ദി എന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അത് ബലനുള്ളതായി മാറും. ഒരിക്കലും അത് ക്ഷീണിച്ചു പോകത്തില്ല. വെച്ചാൽ എനിക്ക് ദൈവം തരും, സർവശക്തനായ യഹോവ ദൈവം കർത്താവായ യേശു എനിക്കിതെല്ലാം സാധിച്ചു തരും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കും, ബലനുള്ളതായിരിക്കും. അത് ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. അത് നമുക്ക് ദൈവനീതിയായിട്ട് നമുക്ക് തരും. അതിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വചനം കൂടി നമ്മൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധികാരം 7-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. ആ ഒരു ദൈവത്തിനോടുള്ള ആ കണക്ഷൻ, നമ്മൾ ദൈവത്തിനോടുള്ള അടുപ്പം എങ്ങനെ ഇരിക്കണം, ഒന്നിനൊന്ന് ഒട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം എനിക്കുള്ളിലിരുന്ന നമ്മൾ ആ വചനത്തിൽപ്പടി നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു അത് കർത്താവായ ഈശോ നമുക്ക് തരാൻ സന്നദ്ധനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിഷമിക്കാതെ നമ്മുടെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പോലെ എങ്ങനെയാണ് നീതിയായി ഇരിക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം നമ്മൾ ആ വിശ്വാസത്തിലെ കുറവുകളെ കണ്ട് നമ്മൾ കുറവുകളെ കണ്ട് നമ്മൾ പേടിക്കാതെ, രണ്ടാമത്തെ കാര്യം വാഗ്ദത്തത്തിൽ സംശയിക്കാതെ, മൂന്നാമത്തെ കാര്യം അതിൻ്റെ നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കും. യൂട്യൂബ് ചാനൽ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ഒவ்வொரு സഹോദര സഹോദരിയെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, യഹോവ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ എന്ത് കാര്യമായാലും ശരി, നമ്മുടെ ആരോഗ്യ പ്രശ്നമായിരുന്നു എല്ലാവற்றிലും യഹോവ ദേവൻ യേശു ക്രിസ്തു വഴിയായിട്ട് നമുക്ക് അനുഗ്രഹങ്ങളെ തരാൻ സന്നദ്ധനാണ്. നിങ്ങളെയും എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.